ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനും കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പ്രതീക്ഷയുമായ ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ചുഴറ്റിയെറിയുന്ന അഗ്നികുണ്ഡങ്ങൾക്ക് നടുവിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ, ബഹുമാന്യനായ PK അബ്ദുൾ റബ്ബ് സാഹിബ് MLA, ആദരണീയനായ മൊയ്തീൻകുട്ടി മാസ്റ്റർ, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, പുകയൂരിലെ മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ ഗ്രാമത്തിൽ തടിച്ചുകൂടിയ ഈ 10,000-ങ്ങളെ കാണുമ്പോൾ ഇന്നലെ കോട്ടക്കൽ പട്ടണത്തിൽ കോട്ടക്കൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത 10,000-ങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ ശാഖായോഗങ്ങളുടെ പോക്കെങ്കിൽ നമ്മൾ നടത്താനിരിക്കുന്ന ജില്ലാ സമ്മേളനം നടത്താൻ ജില്ലയിൽ സ്ഥലമുണ്ടോ എന്ന് ഒരു വേള ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് സംഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത, മുസ്ലിം ലീഗിനകത്ത് സംഘടനാ പ്രവർത്തകന്മാർ ഏത് ചേരിയിൽ മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെങ്കിലും സംഘടനയ്ക്കെതിരായി ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ ഒരേ തൂവൽ പക്ഷികളെ പോലെ അവരെ തകർത്ത് തരിപ്പണമാക്കിയിട്ടല്ലാതെ ലീഗ് വിശ്രമിക്കുകയില്ല എന്നത് ലീഗിന്റെ രാഷ്ട്രീയ ശൈലിയാണ്. ഇവിടെയും നിങ്ങൾക്കറിയാം, ചില ആളുകൾ ചില ദുരാരോപണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചു. ആ ദുരാരോപണങ്ങളുടെ ലക്ഷ്യം കേരളത്തിന്റെ സജീവമായ ചില രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യാശാസ്ത്രപരമായ ഏറ്റവും വലിയ തകർച്ച ഇന്ത്യയിൽ നേരിടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇത്ര വലിയ തകർച്ച ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യാശാസ്ത്രപരമായ തകർച്ചയിൽ അതിനെ കുളിപ്പിച്ച് ശവക്കച്ചയിൽ കിടത്തിക്കഴിഞ്ഞു. കുഴിയിലേക്ക് ഇറക്കാൻ ഇനി അല്പനാളുകൾ മാത്രമേ ഉള്ളൂ എന്നിടത്താണ് നമ്മുടെ രാഷ്ട്രീയം നിൽക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും വലിയ മൗലികമായ അടിത്തറ എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. ഒരു മുസ്ലിമിന്റെ ശരീഅത്ത് പോലെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ സിദ്ധാന്തത്തിന് എന്ന് തകരാറുണ്ടാകുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുമെന്നാണ് ലെനിനും മാർക്സും പഠിപ്പിച്ചത് എങ്കിൽ തൊഴിലാളി വർഗ സിദ്ധാന്തത്തിനെതിരായി 4ാം ലോക ചിന്തകളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നിരിക്കുന്ന ബുദ്ധിജീവികളെ കടിഞ്ഞാണിടാൻ നട്ടം തിരിയുമ്പോഴാണ് കോഴിക്കോട്ട് അഭിസാരികയുടെ വാചകം വേദവാക്യമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിയത്. ഒരു ചർച്ച വഴിതിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നിങ്ങൾക്കറിയാം. CIA-ക്കെതിരാണ്, സാമ്രാജ്യത്വത്തിനെതിരാണ് ഞങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പാലൊളി ഈ രാജ്യത്ത് എല്ലാ മിനിസ്റ്ററായിരിക്കുമ്പോ പാലൊളിയുടെ വലം കൈയായി പ്രവർത്തിച്ച തോമസ് ഐസക്, റിച്ചാർഡ് ഫ്രാങ്കി എന്ന CIA ചാരനിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചത് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന വിജയനാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. ദേശാഭിമാനി പത്രാധിപർ വിജയൻ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ സഖാവ് EMS-ന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കുഞ്ഞനന്ദൻ നായർ വിദേശത്ത് പോയി തെളിവ് നിരത്തിയിട്ട് പറഞ്ഞു, ഇദ്ദേഹം CIA ചാരൻ മാത്രമല്ല, CIA ചാരന്മാർക്ക് ക്ലാസ് എടുക്കുന്ന കോളേജിലെ പ്രൊഫസറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. പാർട്ടി എങ്ങനെയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കേണ്ടത് എന്നറിയാതെ നട്ടം തിരിയുമ്പോ പിണറായിയെ തോൽപ്പിക്കാൻ അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ പിണറായി വിജയനും പരസ്പരം കൊമ്പ് കോർക്കുമ്പോ ഇനി രണ്ടു കൂട്ടർക്കും ഒന്നിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ദുരാരോപണമാണ് എങ്കിൽ നിങ്ങളെ രണ്ടുപേരെ നേരിടാനുള്ള കരുത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേടി
പ്രത്യാരോപണങ്ങളിലൂടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കേണ്ടതില്ല. ഇതൊന്നും ഈ രാജ്യത്ത് വില പോകില്ല. അച്യുതാനന്ദന് ചില താല്പര്യങ്ങളുണ്ട്. എന്താണ് താല്പര്യം? E.K. നായനാറെ തോൽപ്പിക്കാൻ അയാൾ മരിക്കുന്നത് വരെ ശ്രമിച്ചയാളാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ നായനാർ എന്നും കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും തന്റെ വിവേകം കൊണ്ട് അച്യുതാനന്ദനെ തോൽപ്പിച്ച് മരണം വരെ ആ മുൻനിര അദ്ദേഹം നിലനിർത്തിയെങ്കിൽ ഇന്ന് ആ നായനാറ് കോഴിക്കോട്ടെ പെൺകുട്ടിയുടെ മൊഴി കേട്ടിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അനുകൂലമായി എന്തോ അനുകൂലമായി നിന്നു എന്നത് ജീവിച്ചിരിക്കുന്ന നായനാറെ തോൽപ്പിക്കാൻ കഴിയാത്ത അച്യുതാനന്ദൻ മരിച്ചുപോയ നായനാരുടെ ആത്മാവിനോട് ചെയ്യുന്ന കൊടും ചതിയാണ് എന്നത് കൊണ്ട് നായനാറെ സ്നേഹിക്കുന്ന മാർക്സിസ്റ്റുകാരൻ തടയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാഹനമല്ല, അച്യുതാനന്ദന്റെ കാറ് തടയാൻ ഡിവൈഎഫ്ഐ തയ്യാറാകുമോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നായനാരെ പോലെയുള്ള ഒരു നേതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അഴിമതി നടത്തി എന്നാരോപിക്കുക, അദ്ദേഹം ഒരു കുറ്റത്തിന് കൂട്ടുനിന്നു എന്നാരോപിക്കുക. ഇവിടെ അച്യുതാനന്ദൻ ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നു. വേറെ ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അജിതയെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. 16-ാം വയസ്സിൽ ഒരു കാക്കി പാൻറിട്ട് വയനാട് കാട്ടിലേക്ക് കയറിയ ആ പെണ്ണിന്റെ ചരിത്രം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇവർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. 17 പേരെ നക്സലൈറ്റുകാർ കൂട്ടക്കൊല ചെയ്ത വാർത്ത. 17 മനുഷ്യജീവൻ നഷ്ടപ്പെട്ട വാർത്ത. ആ 17 പേരെ കൂട്ടക്കൊല ചെയ്ത ആ വാർത്ത ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ വാർത്തകൾ കേരളത്തിൽ നിന്നുണ്ടാകുമായിരുന്നു. കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സാഹിത്യം വിറ്റ് നക്സലിസം വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ കോങ്ങാട് നക്സലൈറ്റ് ആക്രമണം, പോലീസുകാരെ കൊലപ്പെടുത്തൽ, ചേക്കുവിന്റെ വധം, അതുപോലെ വയനാടൻ കാടുകൾ ഉറപ്പിച്ച് നക്സലൈറ്റുകൾ മുന്നോട്ട് പോകുമ്പോ അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി C.H. മുഹമ്മദ് കോയ സാഹിബായിരുന്നു. C.H. മുഹമ്മദ് കോയ സാഹിബ് മുഖം നോക്കാതെ നടപടിയെടുത്ത കാലം, ഒരു ആഭ്യന്തരമന്ത്രിയുടെ ചുമതല നിർവഹിച്ച കാലം, C4 ക്രിസ്ത്യൻ, H4 ഹിന്ദു, M4 മുസ്ലിം, ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം കോയ എന്ന് രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറഞ്ഞ കാലഘട്ടം. അന്ന് C.H. മുഹമ്മദ് കോയ സാഹിബ് എടുത്ത നിലപാട് വയനാടൻ കാടുകളിലെ ഒളിത്താവളത്തിലിരിക്കുന്ന നക്സലൈറ്റുകാരെ വെടിവെച്ചു കൊല്ലാനായിരുന്നു. പോലീസ് ആ ഡ്യൂട്ടി നിർവഹിച്ചു. അജിതയുടെ മനസാക്ഷിയായ വർഗീസ് വെടിയേറ്റ് വീണു. നിങ്ങൾക്കറിയാം, വർഗീസ് വെടിയേറ്റ് മരിച്ചപ്പോ വർഗീസിനെ വെടിവെച്ച് കൊന്ന കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയോട് പ്രതികാരം ചോദിക്കാൻ ഇവർ ഒരുങ്ങി. ആ ഒരുക്കമായിരുന്നു. ആരാണോ അജിതക്ക് രാഷ്ട്രീയം പഠിപ്പിച്ചത്, ആ രാഷ്ട്രീയം പഠിപ്പിച്ച മാരാര്, ആ മാരാര് തലശ്ശേരിയിൽ വെച്ച് അജന്ന് C.H. മുഹമ്മദ് കോയ സാഹിബിന് ആസിഡ് ബോംബ് എറിഞ്ഞു. C.H.ന്റെ ഗൺമേൻ ആസിഡ് ബോംബ് തട്ടി അത് ചുമരിൽ പോയി പതിച്ച് C.H.ന്റെ മുഖം വികൃതമായി.